പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിനൊത്തതായി മാറട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരെയും നമുക്ക് വളരെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചന്റെ കൂട്ടായ്മയിൽ ഈ ഒരു അഭിഷേകാഗ്നി ആത്മീയ ശുശ്രൂഷയെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സ്വാഗതം ചെയ്യാൻ കാര്യമുണ്ട്. കാരണം ബൈബിളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ്. അതായത് ഈശോ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ആൾക്കാർ വരുമ്പോൾ ഈശോ ചെന്ന് അവരെ സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കാണ് സെഹിയോന്റെ തുടക്കകാലങ്ങളിൽ വട്ടാലച്ചൻ ഇങ്ങനെ ആൾക്കാരെ ഓരോരുത്തർ വരുന്നവരെ സ്വീകരിച്ചുകൊണ്ടിരുന്നൊക്കെ ഞാൻ ഓർക്കാണ്. ഇപ്പോഴാണെങ്കിൽ അതിനകത്ത് വ്യത്യാസമില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ശുശ്രൂഷകരായിരിക്കും. അങ്ങനെ ധ്യാനത്തിന് വരുന്ന ആൾക്കാരെ സ്വീകരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ അതേപോലെ ഒരുങ്ങി കാത്തിരിക്കുന്നത് എനിക്കറിയാം. കുട്ടികളൊക്കെ ആണെങ്കിൽ 8 മണി ആകുമ്പോഴേ തന്നെ ഇന്ന് അഭിഷേകത്തിൻ്റെ സമയമായി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരൊക്കെ വിളിച്ചു കൂട്ടി ദൈവമേ കുഞ്ഞുങ്ങളെ പ്രത്യേക അഭിവാദ്യം ചെയ്യുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തുടക്കത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് പാട്ടൊക്കെ പാടി സ്തുതിച്ച് ആരാധിക്കുന്നു. അങ്ങനെ ആരാധിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൃപ സ്വീകരിക്കാൻ, ശരിക്കും പറഞ്ഞാൽ ഓരോ വചന ശുശ്രൂഷയും അല്ലെങ്കിൽ ഓരോ ഒരുക്ക ശുശ്രൂഷ എന്താണ്? കൃപ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുകയാണ്. പാട്ടൊക്കെ പാടി സ്തുതിച്ച് ആരാധിക്കുമ്പോൾ കൃപ സ്വീകരിക്കാൻ വേണ്ടി നമ്മളങ്ങോട്ട് ഒരുങ്ങുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 18-ാം തിരുവചനം എങ്ങനെയാണ്? നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ജീവിതത്തിൽ പല ലെവലുകളുണ്ടാകാം, പല ലെവലുകളിലുള്ള ആൾക്കാരുണ്ടാകാം. എന്നാൽ നമുക്ക് എത്രമാത്രം നമ്മൾ ഉന്നതനാണെങ്കിൽ എന്തു തന്നെയാണെങ്കിലും ശരി, പ്രിയമുള്ള സഹോദരങ്ങൾ, എത്രമാത്രം കർത്താവ് നമ്മൾ ഉയർത്തിയിട്ടുണ്ടോ അത്രമാത്രം നമ്മൾ എളിമപ്പെടുക, അത്രമാത്രം വിനീതനാകുക. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നമ്മൾ പാത്രമാകുമെന്നുള്ളതാണ് വചനം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നന്നായിട്ട് എളിമപ്പെട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ കരങ്ങൾ ഉയർത്തുകയും കരങ്ങൾ അടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു എളിമപ്പെടുന്നതിൻ്റെ ഭാഗം കൂടിയാണ്, നമ്മൾ ഈ ഒരു വിനീതനാക്കുന്നതിൻ്റെ ഭാഗവും കൂടിയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന 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 ആരാധന. കർത്താവേ ഞങ്ങളെ ആരാധിക്കുന്നു. സ്വർഗത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധന 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 ആരാധന. യേശുനാഥന്റെ വാഗ്ദാനമേ ദൈവിക ചൈതന്യമേ, കൈകളടിച്ച് യേശുനാഥന്റെ വാഗ്ദാനമേ ദൈവിക ചൈതന്യമേ, ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ ഞങ്ങളിൽ നിറയണമേ, ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ ഞങ്ങളിൽ നിറയണമേ. കൈകൾ ഉയർത്തി കൈയടിച്ച് ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. കരങ്ങളടിച്ച് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ ആരാധിക്കുകയാണ്. ഓ സഭയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്,
ഏലിയായിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ഏലീഷായിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആത്മാവേ, പരിശുദ്ധാത്മാവേ. ഏലിയായിൽ നിറഞ്ഞവനെ, ഏലീഷായിൽ കവിഞ്ഞവനെ, ഏലിയായിൽ നിറഞ്ഞവനെ, ഏലീഷായിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. കൈകൾ ഉയർത്തി കൈയടിച്ച് ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേകണമേ. ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേകണമേ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, നമ്മൾ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓരോ സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, സഭയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരെ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വലിയ കൃപയുടെ അഭിഷേകം ചൊരിയണമേ. വലിയ കൃപയുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീഹന്മാരിൽ നിറഞ്ഞവനെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, ശ്രീഹന്മാരിൽ നിറഞ്ഞവനെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. അഭിഷേകത്തോടെ ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, പരിശുദ്ധാത്മാവേ, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേകണമേ. മനസ്സ് താഴ്ന്നിരിക്കുന്ന വലിയ ശക്തി വ്യാപരിക്കട്ടെ. ശക്തിയിൽ അഭിഷേകം, ആത്മാവ് ഉണർവ് പ്രാപിക്കട്ടെ. അഗ്നിയിൽ അഭിഷേകം, ശരീരത്തിൽ വിശുദ്ധി വ്യാപരിക്കട്ടെ. വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേകണമേ. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വേഗത്തിൽ വീശി ഹല്ലേലൂയ 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 ഹല 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല 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 ഹല. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവെ സ്പർശിക്കണം, പരിശുദ്ധാത്മാവെ കൃപ പകരണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ കൃപ പകരണമേ. ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന ഈശോയെ ആരാധന ഈശോയെ ആരാധന ഈശോയെ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദയനീയ അവസ്ഥയിൽ നിന്ന് ദൈവം ഉയർത്തും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമ്മുടെ ജീവിതത്തിൽ ഏത് അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും ആ അവസ്ഥയിൽ നിന്ന് നമ്മളെ ഉയർത്താൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അങ്ങനെ വിശ്വസിക്കണം. ഒരുവൻ എങ്ങനെ വിശ്വസിക്കുന്നുവോ, എങ്ങനെ പ്രത്യാശിക്കുന്നുവോ, എങ്ങനെ ശരണപ്പെടുന്നുവോ, അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ഇതൊരു സത്യമാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ 12-13 തിരുവചനങ്ങൾ. അവിടെ വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ്. നമുക്ക് ഒരുമിച്ച് ഉറക്കം നന്നായിട്ട് വായിക്കാം. നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട്.
വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ ആ വചനം നോക്കി എൻ്റെ സഹോദരങ്ങളെ. ഓരോ വ്യക്തികളുടെ അവസ്ഥകളെക്കുറിച്ച് പറയുകയാണ്. നിരന്തരം അധ്വാനിക്കുന്നവർ, നിരന്തരം അധ്വാനിക്കുന്നു, എന്നിട്ടോ ഒന്നും മിച്ചമില്ല, ഒന്നും കൈവശമില്ല. എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവും രണ്ടുപേർക്കും ജോലിയുണ്ട്, പക്ഷേ മിച്ചമൊന്നുമില്ല. നന്നായിട്ട് കൃഷിയിടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ബിസിനസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ മിച്ചം ഒന്നുമില്ലാത്തൊരവസ്ഥ. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ക്ലേശം പലതരത്തിൽ ജീവിക്കാൻ വേണ്ടി അതുപോലെ കഷ്ടപ്പാടുകൾ ഞെരുക്കങ്ങളോട് പോകുന്നവർ, എന്നിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവർ. വീണ്ടും അതിന് വെളിപ്പെടുന്ന ഇങ്ങനെയാണ്. വേറെ ചില ആൾക്കാരുണ്ട്, അവരെന്താണെന്നറിയാവോ? മന്ദഗതിക്കാർ, ബലഹീനര്, സഹായാർത്ഥികൾ, അതീവ ദരിദ്രരുമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. കാര്യം ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ഇതിങ്ങനെ ഇരുന്നേ എങ്ങനെ ശരിയാകുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ നടത്തണ്ടേ. ഞാൻ ചില ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്, അതായത് പഠനമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, അങ്ങനെ അങ്ങ് ഇരിപ്പായി. 6-7 വർഷമായിട്ട് ഒരു കാര്യത്തിനും പോകാൻ പറ്റാത്തിരിക്കും, ഒരു പ്രത്യേക മന്ദഗതി. ചില ആൾക്കാരുടെ അവസ്ഥ വേറെയാണ്, പലതരത്തിലുള്ള ബലഹീനത. ചിലപ്പോൾ മദ്യപാനമായിരിക്കാം, ചിലപ്പോൾ ജഡത്തിൻ്റെ ദുരാശയായിരിക്കാം, ഒന്നും ഒരു പ്രത്യേക തരത്തിൽ ബലഹീനതയിൽ ദൗർബല്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ. വേറെ ചില വ്യക്തികളുടെ അവസ്ഥ ഏത് കാര്യം ചെയ്യണമെന്നെങ്കിലും ഒരു ഡിപ്പെൻഡൻറ്റ് നേച്ചറാണ്, ആരുടെയെങ്കിലും സഹായമില്ലാതെ ഒരു കാര്യം നടക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ചിലപ്പോൾ ഞാൻ ചില കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട്, അതായത് ഇപ്പോഴും മക്കള് പ്രായപൂർത്തിയായി, വിവാഹമൊക്കെ ആയി, എല്ലാം കഴിഞ്ഞു, പക്ഷേ എന്തെങ്കിലും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നില്ല. ഇപ്പോഴും കാർന്നോന്മാർ തന്നെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാത്തിനും ഒരു സഹായം ആവശ്യമുള്ളവരാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു സന്യാസ അല്ലെങ്കിൽ സമർപ്പിത പൗരോഹിത്യ അല്ലെങ്കിൽ ഒരു ദൈവരാജ്യ വേലക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം സുവിശേഷ വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരാൾ സംസാരിക്കാനുള്ള ധൈര്യമില്ല. അല്ലെങ്കിൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള വിവിധങ്ങളായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം വളരെ മനോഹരമായ, നമ്മുടെയൊക്കെ ചങ്കിലോട്ട് ശരിക്കും ഒരു കുളിർമഴ പെയ്യുന്നത് പോലത്തെ വചനം കർത്താവിൻ്റെ ആത്മാവ് തരികയാണ്. എന്താണ് ഇതിന് ബാക്കി? എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു, അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ ദൈവം ചെയ്യുന്ന കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് ദൈവം കണ്ടോ ആരെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്? ദൈവം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവരെ കടാക്ഷിക്കുകയാണ്. എന്നിട്ട് മന്ദഗതിക്കാരാകാം, ബലഹീനരാകാം, സഹായാർത്ഥികളാകാം, കഷ്ടതകൾ കടന്നു പോകുന്നവരാകാം, നിരന്തരം അധ്വാനിച്ചിട്ട് ഒന്നും കൈവശം ഇല്ലാത്തവരാകാം, രോഗപീഠ എന്തെങ്കിലും ആയിക്കോട്ടെ, അവരെ ദൈവം തന്നെ കടാക്ഷിച്ചിട്ട് ആ ദയനീയ അവസ്ഥയിൽ നിന്ന് ദൈവം ഉയർത്തിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയാണ്, അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവർക്ക് നല്ല മാന്യസ്ഥാനം നൽകി അനുഗ്രഹിക്കും. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയ. ശരിക്കും പറയാം, ഈ വചനം കാര്യം ഇത്ര വർഷങ്ങളൊക്കെ ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ട്, ഈ വചനം വായിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട്, എൻ്റെ ഹൃദയം ശരിക്കും ഇത് പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓർക്കാണ്, ശരിക്കും ഒരു സെമിനാരിക്കാരനാണ് ഈ വചനനെ പരിചയപ്പെടുത്തിയത്. ആ സെമിനാരിക്കാരൻ അവൻ ശരിക്കും നല്ല അച്ഛനാകാനുള്ള നല്ല തീക്ഷ്ണതയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം എന്ത് ചെയ്യും? വൈദികനാണെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കർത്താവ് ഈ സെമിനാരിക്കാരൻ ഈ വചനം അങ്ങോട്ട് കൊടുത്തു. അതോടുകൂടി ആ വചനത്തിൻ്റെ ബലത്തിൽ, ആ കൃപയുടെ ബലത്തിൽ അദ്ദേഹം ഇപ്പോൾ ശരിക്കും വൈദിക പരിശീലനത്തിൻ്റെ നല്ലൊരു സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ എന്ത് തന്നെയാണ് അങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും.
അത് തന്നെയല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അതായത് എത്രയോ വ്യക്തികളുടെ ജീവിതങ്ങളിലാണ് സഹോദരങ്ങളെ വേറെ ഒരു മാർഗ്ഗമല്ല അടഞ്ഞിരിക്കുന്ന സമയത്ത് ദൈവത്തിൽ അങ്ങോട്ട് ശരണപ്പെടുമ്പോൾ ദൈവം അതുപോലെ അനുഗ്രഹിച്ച് അങ്ങോട്ട് ഉയർത്തുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു സാക്ഷ്യം കേട്ടത് അത് ശരിക്കും ഹൃദയത്തെ സ്പർശിക്കുന്ന, നമുക്കൊന്നൊക്കെ കാണുന്ന കേൾക്കുന്നത് നല്ലതാണ്. ഞാൻ വിളക്കന്നൂർ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ബിജി ജോബി. എൻ്റെ മോൻ്റെ പേര് ഗോഡ്വിൻ ജോബി. ഇവന് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവന് 2-2.5 വയസ്സ് വരെ സംസാരത്തിൽ യാതൊരു തടസ്സവുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇവന് സംസാരത്തിൽ ഭയങ്കരമായ തടസ്സം അനുഭവപ്പെട്ടു. ഇവൻ എന്ത് സംസാരിച്ചാലും വിക്ക് ഓടുകൂടിയാണ് സംസാരിച്ചത്. അങ്ങനെ അതുപോലെ തന്നെ ഇവന് അലർജി രോഗമുണ്ടായിരുന്നു. ഇവന് ഇറച്ചി കഴിച്ചിട്ടുണ്ടെങ്കിൽ ദേഹമാസകലം ഫുൾ ചൊറിഞ്ഞു തടിച്ച് ഫുഡ് അലർജി, ശ്വാസം മുട്ടലും, അതുപോലെ ആ ഉള്ളിൽ ചെന്ന ആ ഇറച്ചിയുടെ എന്തെങ്കിലും ഒരു ഭാഗം ചെന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ചുമച്ച് ഛർദ്ദിച്ച് കളയണം. മുഖമെല്ലാം നീര് വെച്ച് ഭയങ്കര വികൃതമാകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ അവന് ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുമുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര വിഷമത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും അഭിഷേകാഗ്നി കൂടുന്നത് പതിവായിരുന്നു. അഭിഷേകാഗ്നിയുടെ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അഭിഷേകാഗ്നി കൂടുമ്പോൾ മോനോട് പറഞ്ഞു, ഈശോയോട് പ്രാർത്ഥിക്ക്, മോൻ ഉറപ്പായിട്ട് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ച് ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് കൊച്ച് ഈശോയെ തൊട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ എൻ്റെ സംസാരത്തിൻ്റെ തടസ്സം മാറ്റി തരണമേ, എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റണമേ ഈശോയെ എന്ന് പറഞ്ഞു. ഈശോയെ ആ കുട്ടിയുടെ പ്രാർത്ഥന. അങ്ങനെ 2-3 ആഴ്ചയോളം മോൻ ഇത് തന്നെ പ്രാർത്ഥിച്ചു. ഞങ്ങളും ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. ദിവ്യകാരണത്തെ തൊട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കുഞ്ഞിന്റെ സംസാരത്തിന്റെ തടസ്സം പൂർണ്ണമായി മാറ്റി തന്നു. പരിപൂർണമായി മാറി, സ്ഫുടമായിട്ട് കുട്ടി സംസാരിക്കാൻ തുടങ്ങി. അതേപോലെ എന്ത് ഇറച്ചി കഴിച്ചാലും അവനിപ്പോ ഒരു കുഴപ്പവുമില്ല, അലർജി ഇല്ല. ഫുഡ് എന്ത് വേണമെങ്കിലും ഇറച്ചിയോ ബീഫോ മീനോ എന്ത് വേണമെങ്കിലും കഴിക്കും, ഒരു കുഴപ്പമില്ല. 2 കാര്യങ്ങൾ 3 ആഴ്ച അഭിഷേകനിലെ 3 ആഴ്ചയിൽ അഭിഷേകനിൽ ഫാമിലി ഒന്നിച്ച് കുട്ടിയെ കൊണ്ട് പ്രാർത്ഥിച്ചു. കർത്താവ് ആ പ്രാർത്ഥന കേട്ടു, അനുഗ്രഹിച്ചു. മറ്റേത് ശരിക്കും സംസാരിക്കാൻ പറ്റില്ലായിരുന്നില്ലേ? സംസാരിക്കുന്ന തടസ്സമായിരുന്നു, ശരിക്കും പാടാനൊന്നും പറ്റില്ലായിരുന്നു, പാടാനും വിഷമമായിരുന്നു. പാട്ടോ അങ്ങനെയൊന്നുമില്ല. സ്കൂളിൽ ചേർത്തപ്പോൾ മിസ്സിനോട് പറഞ്ഞു, മോനൊരു ഇച്ചിരി വിഷമമുണ്ട് മിസ്സി, ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞായിരുന്നു. സ്കൂളിലാണെങ്കിലും ബുദ്ധിമുട്ട്, പക്ഷെ അങ്ങനത്തെ അതൊക്കെ മാറി നല്ല ക്ലിയറായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊരു ദയനീയ അവസ്ഥയായിരുന്നു കുട്ടിയുടെ കാര്യം. എന്നാൽ ആ കുടുംബം മുഴുവൻ ആ കൊച്ച് ദൈവത്തിന് ഈശ്വരങ്ങളിൽ ശരണപ്പെട്ടു. ദൈവം അതുപോലെ അങ്ങോട്ട് കൃപ നൽകി അനുഗ്രഹിച്ചു. നോക്കിയേ, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിലും ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ വന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മേഖലകളിൽ നമ്മളെ ഉയർത്തിക്കൊണ്ടു പോകും. നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതിക മണ്ഡലത്തിൽ ഇതുപോലെ ദൈവം ഇടപെടുന്ന 1000കണക്കിന് 10000കണക്കിന് സാക്ഷ്യങ്ങൾ കാണുന്നവരാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിൽ എത്ര അധികമായി ദൈവം ഇതുപോലെ ഇതിനേക്കാൾ കൂടുതൽ ഇടപെടുകയില്ലേ? സന്തോഷത്തോടെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാഷകന്റെ പുസ്തകത്തിൽ തന്നെ 11-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 17-ാമത്തെ തിരുവചനത്തിൽ, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 11 വേഴ്സ് 17, അവിടെ കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ് എങ്ങനെയാണ് ദൈവം ഇതുപോലെ മനുഷ്യനെ ഉയർത്തിക്കൊണ്ട് പോകുന്നത്. വചനം വെളിപ്പെടുത്തുകയാണ്, നമുക്ക് വായിക്കാം. കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല, ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, പിന്നെ ദൈവത്തിൻ്റെ കൃപ വന്നിട്ടാണ് ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ട് പോകുന്നത്. ദൈവത്തിൻ്റെ കൃപയാണ് ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നത്. പഴയ നിയമത്തിൽ ഐശ്വര്യം എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ അഭിഷേകമെന്ന് വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ അനുഗ്രഹമെന്ന് വ്യാഖ്യാനിക്കാം. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ എല്ലാ മേഖലയും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. യോദ്യത്തിൻ്റെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 8-ാമത്തെ തിരുവചനം, അതിൻ്റെ പശ്ചാത്തലം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. വലിയ പ്രശ്നമാണ്. യഹൂദർ അല്ലെങ്കിൽ ഇസ്രായേൽക്കാരെല്ലാം വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഹോളോ ഫർണസിൻ്റെ നേതൃത്വത്തിൽ വലിയ സൈന്യം ഇസ്രായേൽക്കാരെ മുഴുവൻ വിഴുങ്ങുന്ന ഒരു പ്രത്യേക അവസ്ഥയിലാണ്.
അപ്പോൾ ഈ ഹോളോ ഫർണസിനെ നേരിടുവാൻ യൂദത്ത് തീരുമാനമെടുത്തു. അങ്ങനെ യൂദത്ത് ഒരുക്കങ്ങളെല്ലാം നടത്തി. അങ്ങനെ യൂദത്ത് ശത്രുപാളയത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, അവൾക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ആകെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിലൊരു ശരണം. വേറൊന്നും കൈമുതലായിട്ടില്ല. വിധവയാണ്, ഒന്നുമില്ല. അങ്ങനെ പോകാൻ ഇറങ്ങുമ്പോൾ അവിടെ രാജാവുണ്ട്, അവിടെ പുരോഹിതന്മാരുണ്ട്. അവരനുഗ്രഹിക്കുന്ന ഇങ്ങനെയാണ്, യൂദത്ത് 10:8. അവർ അവളോട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നിൽ കൃപ ചൊരിയുകയും നിന്റെ പദ്ധതി നിറവേറ്റുകയും ചെയ്യട്ടെ. അങ്ങനെ ഇസ്രായേൽ ജനം അഭിമാനം കൊള്ളുകയും ജെറുസലേം ഉയർത്തപ്പെടുകയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യൂദത്തിനെ അവിടെയുള്ളവർ അനുഗ്രഹിച്ച് വിടുന്നത് എങ്ങനെയാണ്? നിന്റെ പദ്ധതികൾ നിറവേറ്റപ്പെടുന്നത് ദൈവത്തിന്റെ കൃപ നിന്നിൽ വന്നു കഴിയുമ്പോൾ, ദൈവം നിന്നിൽ കൃപ ചൊരിയുകയും ദൈവം തന്നെ നിന്റെ ഉള്ളിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന പദ്ധതികൾ വിജയിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ഇസ്രായേൽ ജനം മുഴുവൻ കർത്താവിൽ അഭിമാനം കൊള്ളാൻ ഇടവരട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി നമുക്ക് പെട്ടെന്ന് പുതിയ നിയമത്തിലേക്ക് വരാം. പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രഭാഷണം 11 വായിച്ച് കേട്ടില്ലേ? നിസാരൻ, ബലഹീനൻ, സഹായാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അതേപോലെ പൗലോസ്ലീഹ തൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. നമുക്ക് വായിക്കാം. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസാരനാണ്. ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പസ്തോലൻ എന്ന നാമത്തെ ഞാൻ അയോഗ്യനുമാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ വായിച്ചു നോക്കുമ്പോൾ കാണാം, പൗലോസിലെ ശാരീരിക സാന്നിധ്യം, അല്ല നിനക്ക് പൗലോസിൻ്റെ പ്രഭാഷണങ്ങൾ, അങ്ങനത്തെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ പൗലോസ്ലീഹ ഒന്നുമില്ല, വളരെ നിസാരനാണ്, ഒന്നുമില്ല, സഹായാർത്ഥി, ബലഹീനൻ. പൗലോസ്ലീഹ തന്നെ ലേഖനത്തിൽ പറയുന്നില്ലേ, ബലഹീനത ഒരു മുള്ള്, എന്തുമാത്രം പ്രതിസന്ധികളാ. എന്നാൽ ദൈവത്തിന്റെ കൃപ പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പറയാണ്, ഞാൻ എന്തായിരിക്കുന്നത് ദൈവകൃപയാലാണ്. അപ്പൊ ദൈവത്തിന്റെ കൃപയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ശരിക്കും എൻ്റെ സഹോദരങ്ങളെ, ദൈവകൃപ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിറയാൻ തുടങ്ങിയാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11-12 വാക്യങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരെയും തങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ കൃപ അധ്വാനിക്കുന്നത്. എന്നിട്ട് പറയാണ്, നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുള്ള ജീവിതം നയിക്കുവാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിർമ്മതത്വം എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ബോഷനാണ് ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ ദൈവമില്ലാത്ത എന്ന് പറഞ്ഞ പോലെ ദൈവഭക്തി താല്പര്യമില്ല, അങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യമില്ല. ലൗകിക മോഹങ്ങൾ ഇതൊക്കെ ഉപേക്ഷിക്കാൻ ഈ ലോകത്തിൽ നല്ല സമചിത്തതയും നല്ല നീതിനിഷ്ഠതയും ദൈവഭക്തിയുള്ളൊരു ജീവിതവും നമുക്കുണ്ടാകാൻ വേറൊന്നും ടെൻഷൻ പിടിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിൻ്റെ മോഹങ്ങളെല്ലാം തന്നെ പോകും. എന്ത് ചെയ്താൽ? ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടാൻ തുടങ്ങിയാൽ, ദൈവത്തിൻ്റെ കൃപ വന്ന് തുടങ്ങിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാകും. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു കിണറ്റിൽ വീണ് കിടക്കാമെന്ന് കരുതുക. അങ്ങനെ കിണറ്റിൽ വീണ് കിടക്കുമ്പോൾ നമ്മൾ നിലവിളിച്ച് കരയുമ്പോൾ ആരെങ്കിലും വന്ന് ആ സ്വരം കേട്ട് വന്ന് രക്ഷിക്കുന്ന പോലെ നമ്മൾ സഹായാർത്ഥികളായിട്ട് നിലവിളിച്ച് കരയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളെ രക്ഷിക്കാൻ ഇടവരും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എഫേസ്യർ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 8-ാമത്തെ തിരുവചനം, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് പാപത്തിന് അടിമപ്പെട്ട മനുഷ്യന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല.
അതുകൊണ്ട് പിതാവായ ദൈവം ഈശോ മിശിഹായെ കുരിശുമരണത്തിന് വിട്ടുകൊടുത്തു. അങ്ങനെ ഈശോ മിശിഹായുടെ കുരിശുമരണം വഴിയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ആ കുരിശുമരണം വഴി, ഉത്ഥാനം വഴി നൽകപ്പെട്ടിരിക്കുന്ന ആ കൃപയിൽ ആശ്രയിച്ചാണ്, അഥവാ കൃപയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിച്ച് രക്ഷിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ കൃപ നേടിയെടുക്കുവാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 21-ാമത്തെ തിരുവചനം വചനം വെളിപ്പെടുത്തുകയാണ്. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 32-24 വചനം വെളിപ്പെടുത്തുകയാണ്. കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല. പറക പറയാ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും ശരി, അവിടെ കർത്താവിൽ ശരണപ്പെടുക, കർത്താവിനെ ആശ്രയിക്കുക, കർത്താവിനെ നിലവിളിക്കുക. അവിടെ ദൈവത്തിൻ്റെ കൃപ വന്ന് ഓരോ വ്യക്തിയുടെ ജീവിതാവസ്ഥ എന്താണോ അവിടുന്ന് ദൈവത്തിൻ്റെ കൃപ നമ്മൾ രക്ഷിച്ചുകൊണ്ട് പോകും. പ്രധാനം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തരത്തിലുള്ള അടിമത്തങ്ങളിൽ കിടന്ന് നിലവിളിക്കാൻ രക്ഷപ്പെടാൻ ഒരു നിർവാഹവും ഇല്ല. ദൈവത്തിൻ്റെ കൃപ വന്ന് നിറഞ്ഞാൽ അതിനകത്തൊരു വ്യത്യാസം വരും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയും തകർന്നു കിടക്കുന്ന അവസ്ഥയാണ്. നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ രക്ഷിച്ചുകൊണ്ട് പോകുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഈ ആരാധന സമയത്ത് ദൈവത്തിൻ്റെ കൃപയുടെ ശക്തമായ ഒരു അഭിഷേകം നമ്മുടെ ജീവിതം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. റോമാലേഖനത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 16-ാമത്തെ തിരുവചനം, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അവിടുന്ന് ദയ തോന്നുന്നവരോട് ദയ കാണിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ബലഹീനരാകാം, നിസ്സഹായരാകാം, സഹായാർത്ഥികളാവാം, അതീവ ദരിദ്രരാകാം, നിരന്തരം അധ്വാനിച്ചിട്ടും ക്ലേശിച്ചിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കാം. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല. ദൈവം ദയ തോന്നി, ദൈവം കൃപ തോന്നി ആ മേഖലയിലെല്ലാം ഇടപെടും. നമ്മൾ ദൈവത്തിൽ ശരണപ്പെടുക. അങ്ങനെ ദൈവത്തിൽ ശരണപ്പെടാനും ദൈവത്തെ ആശ്രയിക്കാനുള്ള ആഗ്രഹം പോലും തരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാത്തൊരു വിഷയമാണ് ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ സാക്ഷ്യങ്ങളും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിക്ക് 2 കരങ്ങൾ നമുക്ക് ഉയർത്താം. 2 കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കുകയാണ്, കർത്താവിൻ്റെ നാമത്തെ ആരാധിക്കുകയാണ്. അവിടുന്ന് ദയയും കരുണയും ഈ അവസ്ഥകളിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ കർത്താവിന് മാത്രമേ കഴിയൂ. നമ്മൾ കൃപ സ്വീകരിക്കുമ്പോൾ ഇതെല്ലാം അതിജീവിക്കാൻ വേണ്ടിയുള്ള വഴികളെല്ലാം അതിൻ്റെ കൂടെ കർത്താവ് തരികയാണ്. കർത്താവ് പല കവാടങ്ങളും തുറക്കുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവേ, കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദാസന്മാരുടെ മേൽ കർത്താവേ കരുണയുടെ കവാടം തുറക്കണമേ, കൃപയുടെ കവാടം തുറക്കണമേ, ദയ തോന്നണമേ, കൃപ തോന്നണമേ, തള്ളിക്കളയരുതേ, അഭിഷേകം ചെയ്യണമേ. ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കൃപയൊഴുകട്ടെ, ദൈവകൃപ കൃപയൊഴുകട്ടെ, ദൈവകൃപ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കൃപയൊഴുകട്ടെ, ദൈവകൃപ കൃപയൊഴുകട്ടെ, ദൈവകൃപ.